നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വിദ്യാഭ്യാസം അത് ആരാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി? സ്കൂളുകാർ മാത്രമാണോ അതോ വീട്ടുകാർ മാത്രമാണോ? ആരെയാണ് നമ്മളതിന് പഴിചാരേണ്ടത്? നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളിൽ നിന്ന് ഏതവസ്ഥയിലേക്കാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് അറിയാത്ത മാതാപിതാക്കളും അവരെ ഹരാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ എത്രമാത്രം അവരിലേക്ക് അത് പതിക്കുന്നു എന്നറിയാത്ത കുറേ പൊട്ടന്മാരായ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയൊക്കെ നാട്ടിലാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വളരുന്നത്? അങ്ങനെയാണ് എന്നാണ് പല സംഭവങ്ങളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് സെൻറ്റ് ഡൊമിനിക് സ്കൂൾ, ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂൾ, അവിടെ പഠിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിലേക്ക് വരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വരുന്നു. ഒന്നും മിണ്ടാതെ അവൾ ഫ്രഷ് ആകുന്നു, നേരെ തൂങ്ങി മരിക്കുന്നു. എന്തൊരവസ്ഥയാണ് ഇത്! ആദ്യത്തെ സംഭവമോ ഒറ്റപ്പെട്ട സംഭവമല്ല. 2 മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ പ്രശസ്തമായ ഒരു സ്കൂളിലെ വിദ്യാർത്ഥി, ഒരു ആൺകുട്ടി, അവനും 9ാം ക്ലാസ്സുകാരനാണ്. അവൻ വീട്ടിൽ വരുന്നു. വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി, റിച്ച് ആയിട്ടുള്ള വളരെ പോഷായിട്ടുള്ള ലക്ഷറിയസ് ഫ്ലാറ്റിൽ കഴിയുന്നവൻ ആ ഫ്ലാറ്റിൻ്റെ 12ാം നിലയിൽ നിന്ന് ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. അവനും അനുഭവിച്ചിരുന്നത് മാനസിക പീഡനങ്ങളായിരുന്നു, അത് കൂട്ടുകാരിൽ നിന്ന്. ഷാബാസിനെ നമ്മളാരും മറക്കില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ച അവനെ കൂട്ടുകാരെല്ലാവരും കൂടെ തല്ലിക്കൊന്നു. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ, വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളെയൊക്കെ 90s-ലും 80s-ലെ കിഡ്സിൻ്റെ കാലത്തൊക്കെ പാരൻസ് ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ സമൂഹം ചിന്തിച്ചിരുന്നു, കുട്ടികൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്ന സ്കൂളാണെന്നാണ്. ഇന്ന് സ്കൂളുകൾ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നു, ഒന്നെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഡൊമിനിക് സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നത്. ഡൊമിനിക് സ്കൂൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഡൊമിനിക് സ്കൂളിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ കൃത്യമായ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരുപാട് സ്കൂളുകൾ, പ്രത്യേകിച്ചും മാനേജ്മെന്റ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ്, അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ്, മുസ്ലിം മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് ഒന്നുമില്ല, മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇതാണ് അവസ്ഥ. 100% വിജയം. 100% വിജയം കിട്ടാൻ വേണ്ടി അവർ കുഞ്ഞുങ്ങളെ ഏത് ലെവലിലേക്കും തരം താഴ്ത്തും, അല്ലേ? പണ്ട് നമുക്കൊക്കെ ഡസ്റ്ററിന് എറിയി കിട്ടിയിട്ടുണ്ട്, ചോക്കിന് എറിയി കിട്ടിയിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്യാത്തതിന് ക്ലാസ്സിൽ പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട്, മുട്ടുകുത്തി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും നമ്മൾ ഈഗോയെ ഹർട്ട് ചെയ്തിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കുട്ടികൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. പക്ഷെ അന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പുറത്തുണ്ടായിരുന്നില്ല. അവർ സപ്രസ് ചെയ്യുക. ആകെ കൂടെ പറയാൻ പറ്റുന്നത് പാരൻസ് ആണ്. അന്ന് പാരൻസിന്റെ ചിന്താഗതികളും വേറെയായിരുന്നു. നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത് എന്നായിരുന്നു അവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് പേടിച്ചിട്ട് പാരൻസിനോട് പറയാൻ പറ്റുമായിരുന്നില്ല. സ്വയം അവർ അത് സപ്രസ് ചെയ്ത് പിന്നീട് അത് അവരുടെ മക്കളോട് കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, ഇത് എൻ്റെ പാരൻസ് എന്നോട് ചെയ്തു തന്നെയാണല്ലോ ഞാനത് ചെയ്യുന്നതെന്ന്. സ്കൂളുകാരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ മരിച്ച കുട്ടി അവിടെ ഇതിനു മുൻപ് കൂട്ടുകാരിക്ക് എഴുതിയ കത്തിനകത്ത് 5 ടീച്ചർമാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, പ്രിൻസിപ്പൾ ഉൾപ്പെടെ. വളരെ ക്രൂരമായിട്ട്, അതായത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അവളെ ക്ലാസ്സിൽ താഴ്ത്തുക. അതായത് ഈ ഡിവിഷൻ വരെയുള്ള ഒരു സ്കൂളാണ് ഈ ഡൊമിനിക് സ്കൂൾ എന്ന് പറയുന്നത്. തൊട്ട് ഈ വരെ ഡിവിഷനുള്ള സ്കൂൾ. ഈ ഡിവിഷനിലെ പഠിക്കാത്ത കുട്ടികൾ, നമുക്കറിയാം, പണ്ടൊക്കെ ഞാൻ പഠിച്ചിരുന്ന കാലത്തും നിങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, എയും ബിയും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. അന്ന് C ഡിവിഷൻ വരെ ഉള്ളൂ. സിയിൽ പഠിക്കാത്ത കുട്ടികളാണെന്നൊരു രീതി അന്നുമുണ്ട് ഈ പരിപാടിയൊക്കെ. പക്ഷെ അന്ന് നമ്മളത് മൈൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത് കൂടി വരുന്നു എന്നുള്ളതാണ്. 100% വിജയമാണോ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം? അതും 10ാം ക്ലാസ്സിൽ, വെറും 10ാം ക്ലാസ്സിൽ 100% വിജയം മേടിക്കുന്നതാണോ ഒരു കുട്ടിയുടെ ജീവിത വിജയം എന്ന് പറയുന്നത്? നമ്മൾ 10ലും 8ലും 9ലും പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ടോ? സ്വയം തൊഴിൽ ആർജിക്കാനുള്ള എന്തെങ്കിലും കഴിവുകൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ സ്കൂളുകളോ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാറുണ്ടോ? ഒരു ഡിപ്രഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? പിന്നെ എന്ത് പിണ്ണാക്കാണ് നമ്മുടെ സ്കൂളുകാർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഈഗോ വളർത്തിയെടുക്കുക. സ്കൂളിന്റെ യശസ്, ഈ സ്കൂളുകളിൽ എങ്ങനെയാണ് യശസ് ഉണ്ടാകുന്നത്? അവിടുന്ന് നല്ല മക്കൾ പഠിച്ചിറങ്ങുമ്പോഴാണ്. അവിടുന്ന് എഞ്ചിനീയറും ഡോക്ടറും മാത്രമല്ല, ഒരു നല്ല സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ന് എവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്? ഗാന്ധിജിയുടെയും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അയ്യങ്കാളിയൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. നമുക്ക് അവരെയൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര് കൂടെ, ശ്രീനാരായണ ഗുരു. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു 2000 അല്ലെങ്കിൽ അതിന് മുമ്പുള്ളൊരു കാലഘട്ടം എടുത്തു നോക്കിയാൽ ഏത് സ്കൂളിൽ നിന്ന് ഏത് സാമൂഹ്യ പരിഷ്കർത്താവായിട്ടോ യുവാവായിട്ടോ യുവതിയായിട്ടോ വളർന്നു വന്നിട്ടുണ്ട്? ഒന്നുമില്ല. സമൂഹത്തിന് പ്രയോജനമുള്ള ആരെങ്കിലും വളർന്നു വന്നിട്ടുണ്ടോ? ഇല്ല. ഒരു ബെഞ്ച് ഓഫ് ആൾക്കാർ മാത്രം സയന്റിസ്റ്റുകളും ഡോക്ടറുകളും എഞ്ചിനീയറും മാത്രമായി മാറുന്നു. മറിച്ച് അവർ മാത്രമാണോ ഈ സമൂഹം സൃഷ്ടിച്ചെടുക്കുന്നത്? അല്ല. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത ആരാണ്? നമ്മുടെ പാരൻസും നമ്മുടെ സ്കൂളുകാരുമാണ് ഇത് മനസ്സിലാക്കാത്തത്. കുഞ്ഞുങ്ങളൊക്കെ എന്തറിയാം? അവർ 1 തൊട്ട് 2 തൊട്ട് പുറകെ ചെയ്യുന്നവർ പിന്നാലെ, അല്ലെങ്കിൽ മുന്നേ നടന്നവർ കാണിക്കുന്നവർ പുറകെ കാട്ടിക്കൂട്ടുന്നു. വഴി കാട്ടേണ്ടവരാണ് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് നടക്കുന്നത്. ഡൊമിനിക് സ്കൂളിന് പറ്റിയത് അതുതന്നെയാണ്. എന്തിനാണ് ആ കുഞ്ഞിനെ അങ്ങനെ ഹരാസ് ചെയ്ത്? അതിൽ പല കുട്ടികളും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി പലയിടത്തുകൂടെയും, കാരണം ഇന്ന് മാധ്യമങ്ങൾ ഒരുപാടുണ്ട്, അവരുടെ വിഷമങ്ങൾ പോലീസിലെത്തിക്കാനും സമൂഹത്തിലെത്തിക്കാനും ഇന്ന് ഒരുപാട് നവമാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ എന്നിട്ട് പേടിച്ചിട്ട് ഫേക്ക് അക്കൗണ്ടിലൂടെയാണ് വന്നത്, സാർ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്, ഞാനും ആ സ്കൂളിലെ കുട്ടിയാണ്, ഞങ്ങളെയും ഇങ്ങനെ അവരെ ഹരാസ് ചെയ്യുന്നത്. ഈ മരണപ്പെട്ട പെൺകുട്ടിയെ പോലും അവളുടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ
അഞ്ച് അധ്യാപികമാർ ഒരുമിച്ച് നിന്ന് കളിയാക്കുകയും അതോടെ ഒട്ടും പരിചിതമല്ലാത്തൊരു ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പെട്ടെന്ന് തന്നെ ഒട്ടും പരിചിതമല്ലാത്ത ആ മിഡിൽ ഓഫ് ദ ക്ലാസ്സിലെ സ്കൂൾ തുടക്കം മാർക്ക് കുറവാണ്, അടുത്ത വർഷം 10ാം ക്ലാസ് ആയി എന്നതിൻ്റെ പേരിൽ അവളെ ഏറ്റവും മോശം ആയിട്ട് എന്ന് അവൾ കരുതുന്ന ആ ക്ലാസ്സിലേക്ക് തള്ളിവിടുക. അവിടെ ആകെ ഉള്ളത് 4 പെൺകുട്ടികളും ബാക്കി മുഴുവൻ ആൺകുട്ടികളുമാണ്. അവൾ വല്ലാതെ സങ്കടപ്പെട്ടാണ് അവൾ അന്ന് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ പോലും പറയാതെ അവളുടെ ജീവൻ വെടിഞ്ഞു. സത്യത്തിൽ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതല്ലേ. അതിനെ ഒരിക്കലും ആത്മഹത്യ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ എത്ര കുട്ടികൾ ഇപ്പോൾ മരണപ്പെട്ടു പോകുന്നു. പരീക്ഷ എഴുതേണ്ട ഷഹബാസിനെ കൊന്നത് എന്ത് ചെയ്തു? സ്കൂളുകാരത് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടും അച്ചടക്ക നടപടികൾ ഇല്ലാഞ്ഞും കൊണ്ടല്ലേ. അത് അത്രയും ആ ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിൽ തീരേണ്ട വഴക്ക് വളർന്ന് വലിയൊരു വൈരാഗ്യമായി മാറിയത് എന്തുകൊണ്ടാണ്? ഗുണ്ടകളെ പോലെ കുട്ടികൾ എന്തുകൊണ്ടാണ് അവിടെ ബിഹേവ് ചെയ്തത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങൾ സമൂഹത്തിലാണ് വളരുന്നത് അല്ലേ. വീട്ടിൽ നമ്മൾ ഒരു 8-7 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ ബാക്കി ഒരു 12 മണിക്കൂറോളം നമ്മൾ സമൂഹത്തിലാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലും നമ്മുടെ നടക്കുന്ന പരിസരങ്ങളിലും ബാക്കിയുള്ള ഒരു 7-8 മണിക്കൂർ നമ്മുടെ സ്കൂളുകളിലുമാണ് നമ്മൾ ചിലവഴിച്ചത്. സ്കൂളുകളോ കോളേജുകളോ ആ കാലം തീരുമ്പോഴും നമ്മൾ അവിടെയാണ്. അതായത് നമ്മൾ വളരുന്ന പ്രായമാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ വളരുന്ന കാലഘട്ടം മുഴുവനും നമ്മൾ വീടിന് പുറത്താണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളർത്തിയെടുക്കുകയും പരുവപ്പെടുത്തിയെടുക്കേണ്ട സ്കൂളുകൾ ഇങ്ങനെ അധപ്പതിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇതിന് കൃത്യമായ നടപടികൾ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ ഓരോ വർഷവും ഇന്നിപ്പോൾ ഒരു കുട്ടി, ഇനി അടുത്ത വർഷം 2 ആകും, അത് പിന്നെ 10 ആകും, പിന്നെ 20 ആകും, 100 ആകും, പിന്നെ അത് അറിയപ്പെടാതെയാകും. ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ നാട്ടില് കുഞ്ഞുങ്ങളെ 1, 2 വയസ്സും 3 കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ചയല്ലാതായി ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായി മാറിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ആദ്യകാലങ്ങളിൽ അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്ന കാലത്ത് അതിന് വേണ്ടത്ര ശിക്ഷ കൊടുത്തിരുന്നില്ല. അതിപ്പോൾ സ്ഥിരമായ കാഴ്ചയായി മാറിയിരിക്കുന്നു, സ്ഥിരമായ വേദനയായി മാറിയിരിക്കുന്നു. ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ മീഡിയയ്ക്ക് ആഘോഷിക്കാൻ അല്ലെങ്കിൽ മീഡിയയ്ക്ക് അപലപിക്കാനും കരയാനുമുള്ളൊരു സംഭവം മാത്രമായി മാറുന്നു. അതുപോലെ തന്നെയായി മാറും ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയും. 8ാം ക്ലാസ്സുകാരൻ, 9ാം ക്ലാസ്സുകാരി, 10ാം ക്ലാസ്സുകാരി, +1കാരൻ, 7ാം ക്ലാസ്സുകാരി, 4ാം ക്ലാസ്സുകാരി, 5ാം ക്ലാസ്സുകാരിയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് സ്ഥിരമായൊരു കാഴ്ചയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയായി മാറും ഇതിന് കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ. സെന്റ് ഡൊമിനിക് എന്നല്ല, ഏത് കൊലകൊമ്പത്തെ സ്കൂളാണെങ്കിൽ ശരി, ഇതിന് കൃത്യമായ നടപടികൾ സർക്കാർ എടുത്തേ മതിയാവും.